ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെക്ഷൽ പെയിൻ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്ത്രീകൾക്ക് അവർക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടാവുകയും അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിനെ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് അവരുടെ മാരിറ്റൽ ലൈഫിനെയും സോഷ്യൽ ലൈഫിനെയും ഒക്കെ ബാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇതിന്റെ കാരണങ്ങളെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത് ഇൻഫെക്ഷൻസ്. അതിൽ കാൻഡിഡ, ട്രൈക്കോമോണസ് പോലെയുള്ള പല ഇൻഫെക്ഷനുകൾ, അത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആവാം, അല്ലാതെ ആവാം. അത് ആ ഏരിയയിലുള്ള കോശങ്ങളെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അവിടെ ടച്ച് വരുമ്പോൾ അവിടെ പെയിൻഫുൾ ആയിട്ടുള്ള ഇറോഷൻസും അതുപോലെ ഡിഫിക്കൽട്ട് സെൻസേഷൻ ഉണ്ടാക്കുന്ന പലതരം ഇൻഫെക്ഷനുകളുണ്ട്. രണ്ടാമതാണ് ബിനൈൻ ആയിട്ടും അല്ലെങ്കിൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, ഒരു നിയോപ്ലേഷ്യ എന്നൊക്കെ പറയും. അപ്പോൾ അത് അവിടെ ഈ ടച്ച് വരുമ്പോൾ അതുപോലെ തന്നെ ഇറോഷൻസ് ഉണ്ടാക്കി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കാരണങ്ങൾ, ഉദാഹരണത്തിന് ഈ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ. ആ ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയുമ്പോൾ ചിക്കൻ പോക്സ് വന്ന് അതിൻ്റെ റിയാക്ടിവേഷൻ വന്നിട്ടുള്ള ഞരമ്പ് പൊട്ടി എന്നൊക്കെ പറയും. അത് ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലം അതിൻ്റെ പെയിൻ ഉണ്ടാകാം. അതല്ലെങ്കിൽ ഈ ബർത്ത് ഇഞ്ചുറിൻ്റെ സമയത്തൊക്കെ ഇഞ്ചുറി വന്ന് അതിനെ ഫ്യൂച്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ വരുന്ന എന്തെങ്കിലും ന്യൂറോളജിക്കൽ ന്യൂറോമ പോലുള്ള കണ്ടീഷനുകൾ, അതല്ലെങ്കിൽ ഈ ആ ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഏതെങ്കിലും കനാലിൽ എൻട്രാപ്മെന്റ് വരിക, അതിനെന്തെങ്കിലും ഇഞ്ചുറി വരിക, ഇനി അതല്ലെങ്കിൽ ചില അടുത്തുള്ള മസിൽസിൽ നിന്നും ജോയിൻസിൽ നിന്നൊക്കെയുള്ള പെയിൻ ഇവിടേക്ക് റെഫേർഡ് ആയിട്ട് വരിക, അങ്ങനെയുള്ള പലതരം ഫിസിക്കൽ പ്രോബ്ലംസിനെ കൊണ്ടും ഈ പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത്തരം പെയിനുകൾ ഡോക്ടേഴ്സ്, ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അതിനെ എക്സാമിൻ ചെയ്തിട്ട് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിളും ആകും. എന്നാൽ ചില കേസസിന് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നുകയും ഇത് തീരെ സാധ്യമാവാതെ വരികയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 10-15 വർഷമായിട്ടും ഒരിക്കൽ പോലും ഇന്റർകോഴ്സ് സാധ്യമാകാത്ത പല പേഷ്യൻസുകളെയും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വജൈനിസ്മസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. വജൈനിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പല്ലിൻ്റെ ഉള്ളിൽ കുറച്ച് മസിൽസ് ഉണ്ട്. ആ മസിൽസ് യൂഷ്വലി നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ ഒന്നും അത് ഇളകില്ല. മറിച്ച് അത് കൂടുതൽ അത് കൺട്രാക്ട് ചെയ്യുക അതിൻ്റെതായ ചില ഫങ്ഷൻസ് ചെയ്യുമ്പോഴോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ കൺട്രാക്ട് ചെയ്യുന്ന ഒരു മസിൽസ് ഉണ്ടല്ലോ, അതാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. അത് ഹൈപ്പർ ആക്ടിവിറ്റി ആകാം, ഹൈപ്പർ ടോണിസിറ്റി എന്ന് പറയും. അപ്പം എന്തെങ്കിലും ഒരു കാരണം എന്തോ ആവട്ടെ, ഈ സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ഓവറായിട്ട് കൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് നമ്മുടെ വജൈനയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അതെന്താവും? വല്ലാതെ കൺട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ അത് ഓപ്പൺ അപ്പ് ആവില്ല. ഇപ്പം വജൈന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. ഇപ്പം ഒരു 3-4 കിലോ ഉള്ള ഒരു കുട്ടി വരുന്നൊരു പാസേജാണ്. അപ്പോൾ അതിനത്ര ഡിസ്റ്റൻഡ് ചെയ്യാൻ കഴിയുമല്ലോ. ആ ഡിസ്റ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ അതിന് കൺട്രാക്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ അത് അമിതമായി കൺട്രാക്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ പെനിട്രേഷൻ പോസിബിൾ ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. എന്തുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഈ വജനിസ്മസ് കാണുന്നത് കുറച്ചും ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസിലാണെന്നാണ് ചില പഠനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്വീഡൻ എന്ന രാജ്യത്ത് 1% ആണ് വജനിസ്മസ് ഉള്ളതെങ്കിലും മൊറോക്കോ എന്ന് പറഞ്ഞുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ 6% ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എറേഴ്സ് ഉണ്ടാകാൻ കാരണം ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇതിൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എറേഴ്സ് ഉണ്ടാകാം. എങ്ങനെയായാലും കൾച്ചറലി റിലീജിയസ്ലി കുറച്ച് കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മിക്സ്ഡ് ഇമോഷൻസ് ഉണ്ടാകാം, ചിലപ്പം ഫിയർ ആകാൻ കാരണം ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ആവാം, പെർഫോമൻസ് ആങ്സൈറ്റി ആവാം, ലോ ബോഡി സെൽഫ് എസ്റ്റീം ആകാം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള പെർസെപ്ഷൻസ് ആവാം, അല്ലെങ്കിൽ മുന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും അബ്യൂസ് ഹിസ്റ്ററി ആകാം. അബ്യൂസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു റേപ്പോ അങ്ങനെയൊന്നും നമ്മൾ കരുതേണ്ടതില്ല. പല പേഷ്യൻസും എന്ന് പറയാറുള്ളത് വളരെ മൈൽഡ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ബാഡ് ടച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ നോക്കുമ്പോൾ അതിൽ ഒരു ബാഡായിട്ടുള്ള സംഗതി കണ്ട ആ ഒരു മെമ്മറി വരെ ഈ അബ്യൂസിൻ്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ആസ് എ ജനറൽ റൂൾ നമ്മൾ പറയാറുള്ളത്, ഈ അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് നടന്നു എന്നതല്ല,
എന്ത് നടന്നാലും അതിനെ ആ സമയത്ത് എങ്ങനെ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ വ്യക്തി കോപ്പപ്പ് ചെയ്തു, അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നോ എന്നൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ആഘാതം. അപ്പോൾ വളരെ മൈൽഡ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇവരുടെ മനസ്സിൽ ഒരു സൈക്കിൾ രൂപപ്പെടും. അപ്പോൾ ഇതിലുണ്ടാവുക ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഇവർക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ അവർക്കൊരു ഫിയർ ബിഹേവിയേഴ്സ് വരും. എന്ന് വെച്ചാൽ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, പെട്ടെന്നൊരു പേടി വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ആകെ ഫസ്റ്റ് ഉണ്ടാകുന്ന നമ്മുടെ ബോഡിയുടെ റെസ്പോൺസിന് ആകെ ടൈറ്റ് ആയിപ്പോകും, നമ്മളാകെ ഫ്രീസ് ആയിപ്പോകും. അപ്പോൾ അതുപോലെയുള്ള ഒരു ടൈറ്റനിങ് ഈ പറഞ്ഞ പെൽവിക് ഫ്ലോർ മസിൽസിലൊക്കെ ഉണ്ടാകും. ഇപ്പം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ തൈസിൻ്റെ മസിൽസ് ഒക്കെ വളരെ ടൈറ്റ് ആയിരിക്കും. പെൽവിക് ഫ്ലോർ മസിൽസ് നമുക്ക് പുറമേ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൈസിൻ്റെ മസിൽസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായത് വളരെ കൺട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർക്കിപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ഇഞ്ചുറി വന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയല്ലോ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ റീ ഇഞ്ചുറിനെ ഭയന്നിട്ട് ബോഡി എന്ത് ചെയ്യും, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഉദാഹരണത്തിന് നമ്മൾ കണ്ണിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കണ്ണ് അടക്കും. അതൊരു നാച്ചുറൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു മെത്തേഡല്ല, ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന റെസ്പോൺസ് ആണ്. അതുപോലെ ഈ വജൈനൽ പെൽവിക് ഫ്ലോർ മസിൽസ് ഇൻവോളണ്ടറി ആയിട്ട് കൺട്രാക്ട് ആവും. അങ്ങനെ കൺട്രാക്ട് ആവുമ്പോൾ പെനിട്രേഷൻ പോസിബിൾ ആവില്ല. പെനിട്രേഷൻ പോസിബിൾ അല്ലാതാവുമ്പോൾ ചിലപ്പം പാർട്ട്ണർക്ക് അവരുടെ ഇറക്ഷൻ്റെ പ്രോബ്ലം ആണോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഭാവിയിൽ ഉണ്ടാകാറുണ്ട്. അവിടെ പല കപ്പിൾസും വരുമ്പോൾ ആദ്യം മെയിൽ പാർട്ട്ണർ ആവും വരിക, അവർ പറയും എനിക്ക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആണെന്ന് പറയും. പിന്നെ ചോദിക്കുമ്പോൾ മനസ്സിലാകും ആദ്യം ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ വജൈനിസ്മസ് കാരണം വന്ന ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പോൾ അവർക്ക് പെർഫോമൻസ് ആൻസൈറ്റി വന്നിട്ടുണ്ടായ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആണ് എന്നൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വജൈനിസ്മസ് ഉള്ള ആളുകൾ ഇങ്ങനെ മെല്ലെ ഇതിനെ അവോയ്ഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇത് പെനട്രേഷൻ പോസിബിൾ അല്ലാത്ത രീതിയിലേക്ക് മാറും. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക? ട്രീറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ചില സെൻറ്റേഴ്സിൽ ഇതിനെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ 1 month വരെയൊക്കെ നിർത്തിയിട്ട് ചെയ്യാവുന്ന സെൻറ്റേഴ്സ് അങ്ങനെ പലർക്കും പല അപ്രോച്ചാണ്. ഇപ്പം ഒ പിയിൽ നിന്നും ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ബേസിക്കലി ഒ പിയിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിന് സൈക്കോളജിക്കലായിട്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ബേസിക്കായിട്ട് കൊടുക്കാറുള്ള സംഗതികളാണ് ഇപ്പം ഒരു അനസ്തേഷ്യ ഉണ്ടാക്കുന്ന ക്രീംസുകൾ, അതല്ലെങ്കിൽ പിന്നെ പലതരം ഇഞ്ചക്ഷനുകളുണ്ട്. ബോട്ടോക്സ് പോലെയുള്ള ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുന്ന ഇഞ്ചക്ഷനുകളുണ്ട്. ബോട്ടോക്സ് ഇഞ്ചക്ഷനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ എല്ലാ സ്റ്റഡീസിലും വന്നതാണ്. പക്ഷെ പൊതുവേ ഇതിന് കൂടുതൽ കൊടുക്കാറുള്ളത് സൈക്കോളജിക്കലായിട്ടുള്ള മെത്തേഡ്സുകൾ തന്നെയാണ്. പിന്നെ ഒരുപാട് എക്സസൈസുകളുണ്ട്. ലോക്കലൈസേഷൻ എക്സസൈസ്, ഡീസെൻസിറ്റൈസേഷൻ, ഡയലറ്റേഷൻ. ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പലതരം ഡയലറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ആമസോണിൽ നിന്നും അങ്ങനെയൊക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഡയലറ്റേഷൻ എക്സസൈസ് ചെയ്യും. അപ്പോൾ അത് കഴിയാത്തവർക്ക് പിന്നെ ഇൻഹൗസ് ആയിട്ടുള്ള പല മെത്തേഡ്സുകളുണ്ട്. റിലാക്സേഷൻ എക്സസൈസുകൾ, പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ, ഇങ്ങനെ പലതരം എക്സസൈസുകളുണ്ട്. അതോടൊപ്പം തന്നെ പല കൗൺസിലിംഗ് മെത്തേഡ്സുകളുണ്ട്. കൗൺസിലിംഗ് മെത്തേഡിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താണോ പ്രോബ്ലം ഒരു മനസ്സിൽ ഊന്നിയിട്ടുള്ളത് അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് അത് ശരിയായ രീതിയിലേക്ക് അവരുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റുക. അവർക്ക് നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ അവരുടെ പാസ്റ്റിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലേക്ക് പോയിട്ടുള്ള ട്രോമനെ ഹീൽ ചെയ്യുക. അങ്ങനെ ചില ആളുകൾക്ക് ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഇപ്പം ഒരുപാട് സെൻറ്റേഴ്സിൽ നിന്നും ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത ടൈപ്പ് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതേസമയം 5 years ആയിട്ട് മാറാത്ത കണ്ടീഷന് ഒരു സെഷൻ്റെ ജസ്റ്റ് ടോക്ക് കൊണ്ട് തന്നെ മാറിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇതിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല സെൻറ്റേഴ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പം ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണം. കാരണം പലപ്പോഴും 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. പ്രത്യേകിച്ച് ഈ വിഷയമായതുകൊണ്ട് തന്നെ മടിയുള്ളത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആക്കും. അപ്പോഴേക്കും അത് ഇപ്പം എന്താണ് കുട്ടികളുണ്ടാവാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഫാമിലിയിൽ നിന്ന് വരും. അങ്ങനെ ചിലപ്പോൾ ഈ സംഗതി പുറത്തറിയും. അതറിയുന്നതോടുകൂടി ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒരു ടോക്കാവും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു പെർഫോമൻസ് പ്രഷറും ഒരു സോഷ്യലായിട്ടുള്ളൊരു അതൊരു ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ്. അതോടൊപ്പം ഈ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു
പാർട്ണർ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ള സമയത്ത് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ വിത്തിൻ 1 ഇയർ തന്നെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള എക്സ്പെർട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.